ഹലോ ഗായ്സ്, ഹാപ്പി ഈദ് അൽ അദ. എല്ലാവർക്കും ഈദ് മുബാരക്. ഇന്ന് വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ്. ഉച്ചയ്ക്ക് നല്ല പോലെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഷാലറിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഫാമിലീസ് എല്ലാവരും കൂടുന്നുണ്ടെന്ന് മെവറി ആദ്യമായിട്ട്, അതായത് ഞാൻ ഗർഭിണിയായിരുന്നപ്പം ബേബി ഷവർ അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 7 മാസം എങ്ങാണ്ട് വരുന്ന സമയത്ത്, അതിന് ശേഷം മെവറി പോകാൻ പോകുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് ഇത്തയുടെ വീട്ടിലായിരുന്നു, റസിത്തയുടെ വീട്ടിലായിരുന്നു ചോറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു സൂപ്പർ ചിക്കൻ ബിരിയാണി, ഐസ്ക്രീം അതെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഷാലറിലേക്കാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഫാമിലീസ് അവിടെ കൂടുന്നുണ്ട്. മെവറി നോക്കടാ, നന്നായി. അവന് ഇത്ത മേടിച്ചു കൊടുത്ത പെരുന്നാൾ കോഴിയാണിത്. സോ വി ആർ മൂവിങ് ഇൻ ടു ഷാലറ്റ് ടുഡേ ആൻഡ് വി ആർ ഗോയിങ് ടു റോക്ക് ടുഡേ. ഞങ്ങൾ ഇന്നവിടെ റോക്ക് ചെയ്യാൻ പോവാണ്. മെയിൻലി സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മെവറി തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ഷാലറ്റിലേക്ക്. അപ്പോൾ ഞാൻ പപ്പയും മമ്മിയൊക്കെ നേരത്തെ സഞ്ജുചേട്ടയുടെ വണ്ടിയിൽ പോയി. ഞാനും മെവറിയും പിന്നെ ഇസുവും ഇത്തയും ഇക്കയും പിന്നെ സെയ്ദും കൂടെയാണ് ഈ വണ്ടിയിൽ പോകുന്നത്. ഇതാണ് ഷാലറിലേക്ക് പോകുന്ന വഴി. നല്ല രസമുണ്ടല്ലോ, ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ജബൽ ഹഫീത്തിൻ്റെ മലകളാണ്. ഒരു ഗോൾഡൻ അവേഴ്സിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നല്ല രസമായിരിക്കും. ഇപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഷാലറിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നല്ല രസമാണ്. അതും ഈ വഴി പോകണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്ന് നമ്മൾ വരെ പ്ലാൻ ചെയ്യുന്നത് അവിടെ പോവുക, കുറച്ചൊന്ന് ചിൽ ഔട്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക, പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്ത് നാളെ അവിടുന്ന് മോനെ വെച്ചിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നും അതിന് ശേഷം ഈവനിങ് ലുലുവിലെ പ്രോഗ്രാമിന് പോകണം എന്നാണ് പ്ലാൻ. പിന്നെ പറ്റുമെങ്കിൽ ഞങ്ങൾ സ്പാ സെൻ്ററിൽ പോയിട്ട് എന്താ പറയുക, ചിൽ ഔട്ട് ചെയ്യായിരിക്കും, ലൈക്ക് സ്വിമ്മിംഗ് പൂള്. പറ്റുമോയെന്ന് അറിയത്തില്ല. എനിവേ ദിസ് ഈസ് അവർ പ്ലാൻ, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. അവിടെ ചെന്ന് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എനിവേസ് ജബൽ ഹഫീത്ത് കാണാം, പാലസ് കാണാം. നമ്മൾ ഗേറ്റ് എൻ്റർ ചെയ്യുന്നു, നേരെ ഷാലറ്റിലേക്ക് ചെക്ക് ഇൻ ചെയ്യണം. ദെൻ വി ആർ മൂവിങ് ഇൻ ടു ദി റൂം. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഇച്ചാൻ വർക്ക് ചെയ്യുന്നതും. ഇതിൻ്റെ ഉള്ളിലൊരു സെൻറ്ററിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. സോ പുള്ളിക്ക് എപ്പോഴും ഇവിടെ വന്നാലും പരിചയം. പക്ഷെ നമ്മളെപ്പോഴും പോകാത്തതുകൊണ്ട് എപ്പോൾ ഇവിടെ വന്നാലൊരു ക്യൂരിയസ് തന്നെയാണ് കാണാനും. എപ്പോഴും വന്നാലൊരു പുതുമ എപ്പോഴും ഈ ഗ്രീൻ മൊബിച്ചറയും അതുപോലെ ജബൽ ഹഫീത്ത് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു അലൈനിൽ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ എപ്പോൾ പോയാലും മതിയാവാത്തൊരു സ്ഥലമാണ് ഗ്രീൻ മൊബിച്ചറ ആൻഡ് ജബൽ ഹഫീത്ത് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി എൻട്രൻസ്. ലൂയി നല്ല ഉറക്കമാണ്. അവന് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൂച്ചുറക്കമാണ്. കുറച്ച് നേരം ഉറങ്ങും, കുറച്ച് നേരം കരയും, കുറച്ച് നേരം കളിക്കും, അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇപ്പം. ഫുള്ള് ചുറ്റിനും നല്ല ഡേറ്റ് പാംസാണ്. ഐ മീൻ അത് നല്ല പഴുത്തിട്ടുണ്ടെന്നുള്ളതാണ്. കയ്യെത്തിച്ച് പറിക്കാനും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു
വലിയൊരു ഗുണം എന്ന് പറയുന്നത്. നല്ല രസമാണ്. ഇപ്പം ഒരു ദിവസം ഇത് പോയി പറിക്കുന്നതൊക്കെ ആയിട്ട് എടുക്കണം, വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എന്നാണെന്നറിയില്ല. ഇതാണ് ഷാലറ്റിലേക്ക് പോകുന്ന എൻട്രൻസ്. സോ ഞങ്ങൾ ഷാലറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. സോ റൂം ചെക്ക് ഇൻ ചെയ്യണം. അതാണ് ഇപ്പോൾ നെക്സ്റ്റ് ഗ്രീൻ മുബസറ ഷാലറ്റ്. ഇതാണ് റിസപ്ഷൻ. ഇവിടെ നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്യണം. ആൻഡ് വി ഗോട്ട് എ ഡിസ്കൗണ്ട് ഫോർ സ്പാ. ലൈക്ക് റോസ് സഫീത്തിൻ്റെ ഡിസ്കൗണ്ടും ഉണ്ട്. നമുക്ക് ഇന്ന് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാനായിട്ട് 20% ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ വി ആർ യൂസിങ് ഓർ നോട്ട്. മേ ബി പോകത്തില്ലായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരോരോ തിരക്കുകളുണ്ടെന്ന്. സോ ഫൈനലി വി റീച്ച്ഡ് അവർ റൂം. ഐ തിങ്ക് ഇറ്റ്സ് B235. അടിപൊളിയാണ്, നൈസാണ് ഇവിടെ റൂമിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഗുഡ്, അടിപൊളി. റൂമാണെങ്കിലും എന്താ പറയുക, വാഷ്റൂമാണെങ്കിലും 2 ബെഡ്റൂമും പിന്നെ വാഷ്റൂമും 2 നല്ല വലിയ ഹാള്, കിച്ചൺ, അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ നല്ല സൂപ്പറാണ് ഗ്രീൻ മുബസറ ഷാലറ്റ്. പിന്നെ സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് തന്നെ പാട്ട് പാടുന്നത് വെച്ചുണ്ടാക്കുന്നൊന്നും പുറത്തു പോകത്തില്ല. അപ്പം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, നമുക്ക് വീടുകളിൽ കൂടാൻ പറ്റും, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പാട്ട് പാടാനോ ഒന്നും സാധിക്കില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. മെവറി മിസ്സും കൂടെ ഒരു കട്ടിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. സോ അവർ സെറ്റായി. പിന്നെ ഇസുവിന് പിന്നെ മെവറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെവറിക്ക് ഇസു ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട. പിന്നെ പാട്ട് കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മെവറിന് താരാട്ട് പാടി ഉറക്കാനും കളിപ്പിക്കാനും അവൻ്റെ മാമന്മാരും മാമിമാരും താത്തമാരും ഇക്കാക്കമാരും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. പുള്ളി എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കളിക്കാനും ചിരിക്കാനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രസമായിട്ട് നമ്മൾ പോയി. ഈവനിങ് ഞങ്ങൾ നേരെ ലുലുവിലെ ജാസി ഗിഫ്റ്റിൻ്റെ പെരുന്നാൾ നിലാവ് ഇൻകാസ് അലൈൻ നടത്തിയ പെരുന്നാൾ നിലാവിലേക്കായിരുന്നു. അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ സോ സൂപ്പർ, അടിപൊളിയായിരുന്നു. അറ്റ് ദ സെയിം ടൈം ജാസി ഗിഫ്റ്റ് മെവറുടെ അടുത്ത് നിന്ന് കൈയൊക്കെ കൊടുത്ത് മെവറുടെ അടുത്തുനിന്ന് പാട്ടൊക്കെ പാടി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വിശേഷവുമായി ഞാനും മെവറിയും നിങ്ങളോടൊപ്പം ചേർന്നതായിരിക്കും. So, bye-bye.
Maverick Mom's World. Love you all.